ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി റൊമാൻസ് ഓഫ് ടൈഗർ ആൻഡ് റോസ് എന്ന സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണ്. അവൾ അടിച്ചതെനിക്ക് വേദനിച്ചില്ല, പക്ഷേ പ്രിൻസസ് ദേഷ്യപ്പെട്ടാൽ എന്റെ ഹൃദയം വേദനിക്കുമെന്ന് സുമു പറയുമ്പോൾ അവന്റെ കൈതട്ടി മാറ്റിയിട്ട് ഇനി ഇങ്ങനെ ചെയ്യരുത്, എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടാൽ മതി. നീ ഒരു മ്യൂസീഷ്യൻ ആകേണ്ടതല്ല, ഇതിനെല്ലാം കാരണം ഞാനാണെന്ന് ചെയ്യാൻ പറയുന്നു. അടി കിട്ടിയത് വലിയ കാര്യമല്ല, എനിക്ക് ഈ സമ്മാനം വേണ്ടെന്ന് അവൻ പറയുന്നു. ഞാൻ അവളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് ചെയ്യാൻ അവിടെ നിന്നും പോകുമ്പോൾ ക്രൗൺ പ്രിൻസസിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ വരുന്നുണ്ട്, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് സിറൂയി പറയും. എനിക്ക് അതിനെക്കുറിച്ച് അറിയണ്ടെന്നും പറഞ്ഞ് ചിയാൻ അവിടെ നിന്നും പോകുന്നു. ചിയാൻ എന്തോ കൊടുക്കാനായി ഹാൻഷു അവിടേക്ക് വരുന്നുണ്ട്. കുറച്ചു മുന്നേ സുമു ഇവിടെ വന്നിരുന്നു. പ്രിൻസസും അവന്റെ കൂടെ മ്യൂസിക് അക്കാദമിയിലേക്ക് പോയെന്ന് ഒരാൾ അവനോട് പറയുന്നു. പ്രിൻസസിന് യങ് മാസ്റ്ററിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ അവിടേക്ക് പോയതെന്ന് ബൈജി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവനത് തട്ടിക്കളയുന്നു. അടുത്ത് മ്യൂസിക് അക്കാദമിയാണ് കാണിക്കുന്നത്. ഹാൻഷുവോ അവിടെ വന്നതറിഞ്ഞ് മനഃപൂർവ്വം എന്നും ഇവനെ കാണാൻ വേണ്ടിയല്ലേ നീ ഇവനെ വാങ്ങുന്നത്? ഹാൻഷുവോ വീട്ടിലുണ്ടല്ലോ, നിനക്ക് അവൻ പോരേന്ന് ലിൻജ് ചോദിക്കുമ്പോൾ ഞാൻ സുമുവിനെ വാങ്ങുന്നത് അവൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. എന്നോടുള്ള ദേഷ്യം നീ ഹാൻഷുവോയോട് കാണിക്കരുത്. അവന് ഹൃദയരോഗം മാത്രമേ ഉള്ളൂ. അവൻ ഒരുപാട് സ്കിൽസ് ഉണ്ട്, അവനെ വില കുറച്ച് കാണരുതെന്ന് ചെയ്യാൻ പറയുന്നു. മ്യൂസീഷ്യനായ ഇവന് എവിടെ പോകാൻ കഴിയും, അവൻ എവിടെ താമസിക്കുമെന്ന് ലിൻഡി ചോദിക്കുമ്പോൾ അത് നീ അറിയണ്ടെന്ന് ചെയ്യാൻ പറയുന്നു. അത് കേട്ട് ഹാൻഷു അവിടെ നിന്നും പോകുന്നു. സുമു വെറുമൊരു മ്യൂസീഷ്യൻ അല്ലേ, അവന് വേണ്ടി എന്തിനാ പ്രിൻസസ് ലിൻ കുടുംബത്തോട് വഴക്കുണ്ടാക്കുന്നതെന്ന് ബൈജി ചോദിക്കുമ്പോൾ അവൾ എന്നോട് ക്ഷമ പറഞ്ഞു, അതിനർത്ഥം അവൾ അഹങ്കാരിയല്ല. ക്ലാസ്സിൽ കവിത ചൊല്ലി അവൾ വിദ്യാഭ്യാസമില്ലാത്തവളല്ല. അവളിപ്പോ സുമുവിനെ രക്ഷിക്കാൻ നോക്കുന്നു. നമ്മൾ കേട്ടതുപോലെ മനസാക്ഷി ഇല്ലാത്ത ഒരാളല്ല, അവൾ ഒരു പാവമാണ്. അവൾ ചെയ്യാൻ ഒരു മ്യൂസീഷ്യനെ കൊടുത്തില്ല, അവളുടെ ചുറ്റുമുള്ള എല്ലാവരെയും ഞാൻ മാറ്റുമെന്ന് ഹാൻഷുവോ പറയുമ്പോൾ അവരെ കൊല്ലണോ അതോ അവിടെ മുഴുവൻ കത്തിക്കണോന്ന് ബൈജി ചോദിക്കുന്നു. ഹാൻഷുവോ അവളുടെ അമ്മയുടെ മുന്നിൽ പോയി, തേർഡ് പ്രിൻസസ് ചെറുപ്പവും നല്ല ആരോഗ്യമുള്ളവളുമാണ്. എനിക്ക് അസുഖമുള്ളത് കൊണ്ട് ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റില്ല. ചിയാന് പാട്ട് കേൾക്കാൻ വേണ്ടി മ്യൂസിക് അക്കാദമിയിലെ എല്ലാവരെയും അവളുടെ മാൻഷനിലേക്ക് അയക്കണം. അങ്ങനെ അവൾ ഒറ്റയ്ക്കാകില്ല, മരിച്ചാലും എനിക്ക് സമാധാനത്തോടെ മരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സിറ്റി ഓണർ അതിന് സമ്മതിക്കുന്നു. അഭിനയിച്ച് നന്ദി പറഞ്ഞിട്ട് ഹാൻഷു അവിടെ നിന്നും പോകുന്നു. ചിയാൻ പുറത്തേക്ക് വരുമ്പോൾ മ്യൂസിക് അക്കാദമിയിലെ എല്ലാവരും അവിടെ നിൽക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് സിറ്റി ഓണറുടെ ഉത്തരവാണെന്ന് പറയുന്നു. ലിൻജിയും അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ ബിസിനസ് തകർന്നല്ലോ എന്നും പറഞ്ഞ് ചിയാൻ അവളെ കളിയാക്കുമ്പോൾ ദേഷ്യത്തിൽ ലിൻജി അവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഹാൻഷുവോ അവിടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാൻ വന്നതാണെന്നും ചോദിച്ച് അവളെ തള്ളി മാറ്റുന്നു. അത് കണ്ട് ചിയാൻ ചിരിക്കുന്നുണ്ട്. നീ എന്നോട് ചെയ്തത് ഞാൻ മറക്കില്ലെന്നും പറഞ്ഞ് ലിൻജി അവിടെ നിന്നും പോകുമ്പോൾ നിനക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുപോകാം, എനിക്ക് സുമുവിനെ മാത്രം മതിയെന്ന് ചെയ്യാൻ പറയുന്നു. ഹാൻഷുവോ അവളുടെ അമ്മയോട് അപേക്ഷിച്ച കാര്യം ലിൻജി അവളോട് പറയുന്നു. അവൻ നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, നീ തന്നെ അവരെ വെച്ചോന്നും പറഞ്ഞ് ലിൻജി അവിടെ നിന്നും പോകുന്നു. ഇവരെ ഇവിടെ അയക്കാൻ അമ്മയോട് അപേക്ഷിച്ചത് നീയാണോന്നും ചോദിച്ച് ചിയാൻ അവനെ കളിയാക്കുമ്പോൾ ദേഷ്യത്തിൽ ഹാൻഷു അവിടെ നിന്നും പോകുന്നു. ശേഷം ഒരാൾ ഹാൻഷുവോടെ അടുത്തുപോയി, ഒരുപാട് വർഷം ഇവിടെ നിന്നിട്ടും ഡ്രാഗൺ ബോൺ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ സിറ്റിയിലെ സമ്പത്തിനെക്കുറിച്ചും സിറ്റി ഓണറിന്റെ ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം എനിക്കറിയാം. അതിനെക്കുറിച്ച് എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാമെന്ന് അവൻ പറയുമ്പോൾ മ്യൂസിക് അക്കാദമിയിൽ പോയി ചിയാൻ എന്താ ചെയ്യുന്നതെന്ന് ഹാൻഷുവോ ചോദിക്കുന്നു. അപ്പോഴേക്കും ആരോ അവനെ വിളിക്കുന്നു. എല്ലാവരെയും എന്തിനാ അവൾക്ക് കൊടുത്തതെന്ന് ബൈജി ചോദിക്കുമ്പോൾ അവിടെ പോയാലേ നമ്മുടെ ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഹാൻഷുവോ പറയുന്നു. ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പ്രിൻസസ് വാങ്ങി, അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കുമെന്ന് ബൈജി പറയുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് അവൾ അത് കൊണ്ടുവരുമ്പോൾ അവളെ സന്തോഷിപ്പിക്കാനായി നമ്മൾ സർപ്രൈസ് ആയ പോലെ അഭിനയിക്കണമെന്ന് അവൻ പറയുന്നു. ആ ഇൻസ്ട്രുമെന്റുമായി ചെയ്യാൻ അവിടെ നിന്നും പോകുമ്പോൾ യങ് മാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് ബൈജി പറയുന്നു. അവനോട് ചുമയാണെ ചൂടുവെള്ളം കുടിക്കണമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഇത് പേഹിങ്ങിന് ഇഷ്ടപ്പെടുമോയെന്ന് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവനിത് ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞ് ചെറുപ്പത്തിലെ കാര്യം അവൻ പറയുന്നു. അതുകൊണ്ടാണ് അവൻ എന്നെ വെറുക്കുന്നതെന്ന് ചെയ്യാൻ പറയുന്നു. അത് കേട്ട് ദേഷ്യത്തിൽ അത് ആർക്കെന്നാ നീ പറഞ്ഞതെന്ന് ഹാൻഷോ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കെന്ന് ബൈജി പറയുന്നു. ശേഷം അവൾ അത് പേഹിങ്ങിന് കൊടുത്തിട്ട് ഇത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, നീ സന്തോഷിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം, ആളുകൾ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നും പറഞ്ഞ് ചെയ്യാൻ അവിടെ നിന്നും പോകുന്നു. പുറത്തിറങ്ങുമ്പോൾ അവനത് വായിക്കുന്നത് ചെയ്യാൻ കേൾക്കുന്നു. അത് കേട്ട് സന്തോഷത്തോടെ അവൾ അകത്തേക്ക് പോയി പേഹിങ്ങിനെ നോക്കി നിൽക്കുമ്പോൾ ലിൻജി അവിടേക്ക് വന്ന് നീ അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുവാണോന്നും ചോദിച്ച് ചിയാനോട് ദേഷ്യപ്പെട്ട് അവളെ ഉപദ്രവിക്കുന്നു. ഫസ്റ്റ് പ്രിൻസസ് അവളെ ട്രീറ്റ് ചെയ്യുന്നു.
അവനെ കാണാൻ പോയിട്ട് നിനക്ക് പരിക്ക് പറ്റിയല്ലോ എന്നും ചോദിച്ച് ഹാൻഷു അവളെ കളിയാക്കുമ്പോൾ ഞാനിവിടെ വേദന സഹിച്ചിരിക്കുമ്പോഴാണോ നീ കളിയാക്കുന്നതെന്ന് ചെയ്യാൻ പറയുന്നു. കൈ ശരിയാകാൻ കുറച്ച് വേദന എടുക്കുമെന്ന് അവൾ പറയുമ്പോൾ വേദനയൊന്നും ചോദിച്ച് പേടിച്ച് ശ്രദ്ധ മാറ്റാനായി എന്തേലും പറയും, എനിക്ക് വേദന പേടിയാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഹാൻഷുവോ അവിടെ ഇരുന്ന് അവർ പുറത്തുപോയി ഞാനിത് ശരിയാക്കി തരാം, നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് അവളുടെ കൈ ശരിയാക്കി കൊടുക്കുന്നു. പേടിയുണ്ടെങ്കിൽ എന്തിനാ പേടിയില്ലാത്ത പോലെ അഭിനയിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ പ്രിൻസസ് ആയതുകൊണ്ട് ചില സമയം എനിക്കങ്ങനെ അഭിനയിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുന്നു. ഫസ്റ്റ് പ്രിൻസസ് അവളുടെ കൈ നോക്കുമ്പോൾ ലിൻജി എന്തിനാ എന്നെ ഉപദ്രവിച്ചത്? ചെറുപ്പം മുതൽ നമ്മൾ ഒരുപാട് അടികൂടിയിട്ടുണ്ട്, ഞാനിതുവരെ തോറ്റിട്ടില്ല. കൈ ശരിയാവട്ടെ, ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. ഇത് എപ്പോ ശരിയാകുമെന്ന് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നീ ഓക്കെ ആണെന്ന് അവൾ പറയുന്നു. ഞാൻ ലിൻജിയെ വിളിക്കാമെന്ന് സിറുയി പറയുമ്പോൾ ഇത്രയും പെട്ടെന്ന് ശരിയായോ? ഇനിയിപ്പോൾ ഞാൻ അവളെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സിറ്റി ഓണറിന്റെ മകളല്ലേ, വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ക്രൗൺ പ്രിൻസസിന്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി സമയം കളയാതെ പഠിക്കുന്നതല്ലേ നല്ലതെന്ന് സിറുവിയോട് ചോദിച്ച് കണ്ണുകൊണ്ട് ആഗ്യം കാണിക്കുമ്പോൾ അത് ശരിയാന്ന് അവനും പറയുന്നു. എന്നിട്ട് ഹാൻഷുവയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിക്കുന്നു. നമ്മുടെ ആളെന്തോ കണ്ടുപിടിച്ചു, അവന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ബൈജി പറയുമ്പോൾ ഹാൻഷുവോ ഒരു ഓറഞ്ച് കയ്യിലെടുത്ത് ചെയ്യാനെന്ന രീതിയിൽ അവൻ അതിനോട് സംസാരിക്കുന്നു. യങ് മാസ്റ്റർ എന്ന് അവൻ ഉറക്കെ വിളിക്കുമ്പോൾ അവനെ കൊണ്ടുവരാൻ ഹാൻഷുവോ പറയുന്നു. അവരുടെ ആളവിടേക്ക് വന്ന് ഡ്രാഗൺ ബോണിനെ കുറിച്ചുള്ള ഒരു രഹസ്യം ഞാൻ കണ്ടെത്തി. സെക്കൻഡ് പ്രിൻസസ് സിറ്റി ഓണറിന്റെ സ്വന്തം മകളല്ല, ഫസ്റ്റ് പ്രിൻസസ് വികലാംഗയാണെന്ന് പറയുന്നു. അത് കേട്ട് ബൈജി ഹാൻഷുവോയോട് നമുക്ക് ചിയാനെ വിഷം കൊടുക്കാം, അവളെ രക്ഷിക്കാൻ വേണ്ടി സിറ്റി ഓണർ ഡ്രാഗൺ ബോൺ ഉപയോഗിക്കും, ആ സമയം നമുക്കത് മോഷ്ടിക്കാമെന്ന് പറയുമ്പോൾ ചിയാൻ എന്ത് ചെയ്യുമെന്ന് ഹാൻഷോ ചോദിക്കുന്നു. ഡ്രാഗൺ ബോണിന് ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ, അവൾ മരിക്കും, ബ്ലാക്ക് സ്റ്റോൺ മൈനും നമുക്ക് പ്രധാനമാണ്, ഇത് നല്ല അവസരമാണെന്ന് ബൈജി പറയുന്നു. തിടുക്കം കാണിക്കണ്ട, എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും പറഞ്ഞ് അവൻ ആ ഓറഞ്ച് എടുത്തു നോക്കുന്നു. അടുത്ത് ചിയാൻ പേഹിങ്ങിന്റെ അടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാൻഷുവോ അവിടേക്ക് വന്ന് അത് കാണുന്നു. ഷുവാൻഹു സിറ്റിയിലെ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ഇത് നല്ലതാന്ന് പെഹിങ് പറയുമ്പോൾ ഇത് കണ്ടാൽ ഹാൻഷുവോ അവന്റെ നാടിനെ ഓർത്ത് വിഷമിക്കും, അതുകൊണ്ട് അവൻ കാണാതെ ഇത് കഴിക്കാമെന്ന് പറയുന്നു. സിറുയി അവിടേക്ക് വരുമ്പോൾ ഹാൻഷുവോ അവിടെ നിന്നും പോകുന്നു. യങ് മാസ്റ്റർ വിഷമത്തോടെയാണ് ഇവിടുന്ന് പോയതെന്ന് സിറുയി പറയുമ്പോൾ ഞാൻ പറയുന്നത് അവൻ കേട്ട് കാണും, ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഹാൻഷുവോ ഇപ്പോൾ നമ്മളിൽ ഒരാളാണ്, അവനെ സന്തോഷിപ്പിക്കാനായി ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തണമെന്ന് ചെയ്യാൻ പറയുന്നു. ഹാൻഷുവയ്ക്ക് ഷൂസ് വാങ്ങാനായി അവൾ മാർക്കറ്റിൽ പോകുമ്പോൾ അവളെ കണ്ട് അവരെല്ലാവരും അകത്ത് കയറി കഥ കടയ്ക്കുന്നു. അവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചെയ്യാൻ ചോദിക്കുമ്പോൾ സാധനം വാങ്ങിയാൽ നിങ്ങൾ കാശ് കൊടുക്കാറില്ല, നഗരത്തിലെ എല്ലാവർക്കും കാശ് കൊടുക്കാനുണ്ടെന്ന് സിറുയി പറയുമ്പോൾ ആരും പേടിക്കണ്ട, തരാനുള്ള കാശ് തരാമെന്ന് ചെയ്യാൻ പറയുന്നു. അത് കേട്ട് എല്ലാവരും കഥക് തുറന്ന് അവളെ കടയിലേക്ക് വിളിക്കുന്നു. ശേഷം ആരും കാണാതെ അവൾ ഹാൻഷുവയുടെ റൂമിൽ കയറി അവന്റെ ഷൂസിന്റെ അളവെടുക്കുന്നു. തിരിയുമ്പോൾ ഹാൻഷു അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ സംശയമുള്ളത് കൊണ്ടാണോ എന്റെ മുറി പരിശോധിച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ഒരു കാരണമുണ്ട്, അവനോട് കണ്ണടയ്ക്കാൻ പറയുന്നു. ഒരു വള്ളിയെടുത്ത് അവന്റെ കഴുത്തിന്റെ അളവെടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാനിപ്പോ നല്ല മൂഡിലല്ലാന്ന് അവൻ പറയുന്നു. കുറച്ചു ദിവസം കൊണ്ട് നീ മൂഡ് ഓഫ് ആണല്ലോ, ഞാൻ കാരണമാണോന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ലെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. എങ്ങനെ അവന്റെ അളവെടുക്കുമെന്നും ചിന്തിച്ച് ഓടിപ്പോയി അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അളവെടുത്തു കഴിഞ്ഞ് ബൈ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ശേഷം ഒരാൾ അവിടേക്ക് വന്ന് ഇത് തേർഡ് പ്രിൻസസ് നിർമ്മിക്കാൻ പറഞ്ഞിരുന്നു, ഒരെണ്ണം പറഞ്ഞപ്പോൾ ഞങ്ങൾ 500 എണ്ണം ഉണ്ടാക്കി, ബാക്കി പ്രിൻസസിന് ഫ്രീ ആണെന്ന് പറയുന്നു. ഇത് അടുക്കളയിൽ കൊണ്ടുവെക്കാൻ സിറോയ് ജോലിക്കാരോട് പറയുന്നു. ഹാൻഷുവോ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു മേശ നിറയെ ഫുഡ് ഇരിക്കുന്നു. അവിടെയുള്ള ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് ഒരു ഡ്രസ്സ് ഇരിക്കുന്നു. അവൾ അളവെടുത്തത് ഇതിനായിരുന്നെന്ന് അവന് മനസ്സിലാകുന്നു. അത് കണ്ട് സന്തോഷിക്കുമ്പോൾ അവസാനം നീ ചിരിച്ചല്ലോ എന്നും പറഞ്ഞ് ചെയ്യാൻ അവനോട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. എന്റെ ജനന തീയതി നിനക്കെങ്ങനെ അറിയാമെന്ന് ഹാൻഷുവോ ചോദിക്കുമ്പോൾ ഇത് മാത്രമല്ല നിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് അവൾ പറയുന്നു. ചെറുപ്പത്തിൽ നീ മിടുക്കനായിരുന്നു, 16 വയസ്സായപ്പോൾ നിനക്ക് അസുഖം വന്നു, അന്നു മുതലാണ് നിന്റെ സ്വഭാവം മാറിയത്, വിഷമിക്കണ്ട, ഒരാൾ നിന്നെ സഹായിക്കുമെന്ന് ചെയ്യാൻ പറയുമ്പോൾ 20 വയസ്സിൽ ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു, നീ മാത്രമാണ് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതെന്ന് ഹാൻഷുവോ പറയുമ്പോൾ മുന്നേ നീ എന്നെ കണ്ടുമുട്ടിയില്ല, കുറച്ചു ദിവസമായി നീ വിഷമിച്ചിരിക്കുവല്ലേ, ചിരിക്കുമ്പോഴാണ് നിന്നെ കാണാൻ ഭംഗിയെന്ന് അവൾ പറയുന്നു. അവളുടെ സ്നേഹം കണ്ട്
എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച് അവൻ വിഷമിച്ചിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അതവന് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അത് കുടിക്കുന്നു. കുടിച്ചു ബോധമില്ലാതെ അവർ രണ്ടുപേരും താഴെ വീഴുന്നു. വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ട്, നിന്നെ മരിക്കാൻ സമ്മതിക്കില്ലെന്ന് അവൾ പറയുന്നു. അസുഖം മാറ്റാൻ ഒരു വഴിയുണ്ടെന്ന് അവൻ പറയുന്നിടത്ത് വെച്ച് എപ്പിസോഡ് തീരുന്നു.